ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അഴുക്കായ ഗ്യാസ് സ്റ്റൗ ഇതുപോലെ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ലിക്വിഡ് തയ്യാറാക്കി എടുക്കണം. ഇതുപോലെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം, കുറച്ച് വെള്ളം, അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വിമ്മ്, ഇത് അല്പം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായി സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ലിക്വിഡാണ് നമ്മൾ ഗ്യാസ് സ്റ്റൗവിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ അടുത്തുള്ള ഗ്യാസ് സ്റ്റൗ നല്ലതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്തപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും യൂസ്ഫുള്ളാകുമെന്ന് കരുതി ഷെയർ ചെയ്തതാണ്. ഞാനിതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബർണർ അഴിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ലിക്വിഡ് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ അഴുക്ക് പിടിച്ച സ്ഥലത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷമാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ഇനി ഈ ബാക്കി വരുന്ന ലിക്വിഡിലേക്ക് ബർണർ ഇട്ട് വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇതുപോലെയുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് ഒന്ന് ഉരച്ചെടുക്കാം. അഴുക്കെല്ലാം വേഗം ഇളകിയിട്ടുണ്ടാവും. ഇനി ഈ കോർണറിലുള്ള അഴുക്കെല്ലാം നീങ്ങാൻ വേണ്ടി ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചെടുക്കാം. ഇനി ഒരു തുണി ഉപയോഗിച്ച് ഇവിടെ നല്ലതുപോലെ തുടച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയും നമുക്ക് ചെയ്തെടുക്കണം. അടുത്തതായി നമുക്ക് ഈ ബർണറെല്ലാം ക്ലീൻ ആക്കി എടുക്കണം. ഇതിന് സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കാം. എത്ര അഴുക്ക് പിടിച്ച സ്റ്റൗ ആണെങ്കിലും ഇതുപോലെ ക്ലീൻ ആക്കി എടുത്താൽ മതി. നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ എല്ലാ ബർണറും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.